നമ്മൾ ചിലരുടെ കഥകൾ ഇങ്ങനെ കേട്ടിരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ മൊത്തം കാര്യങ്ങളും പറഞ്ഞത്, A to Z ആയിട്ടുള്ള ജീവിതകാലങ്ങളുള്ള മൊത്തം കാര്യങ്ങളും പറഞ്ഞല്ലോ എന്ന്. അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും അയാളുടെ ജീവിതം ഇങ്ങനെ ഒരു തുറന്ന പുസ്തകം പോലെ നമുക്ക് എല്ലാവർക്കും വായിക്കാൻ തരുമെന്നല്ല, കാണുന്ന എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അയാളെ ഒരു വല്ലാത്ത രീതിയിലാണെന്നല്ല കാണുന്നതൊക്കെ വിചാരിക്കും. പക്ഷെ അന്നേരം ഒരു കാര്യം മനസ്സിലാക്കണം, എന്താ അറിയാം, അയാളുടെ ജീവിതത്തിലെ എഴുത്തുകാരൻ അയാൾ തന്നെ, അയാളുടെ ഓട്ടോബയോഗ്രാഫി അയാൾ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അവിടെ വേറൊരാൾക്കും അധികാരമില്ല അതിനകത്ത് എന്തൊക്കെ ചേർക്കണം എന്തൊക്കെ ചേർക്കേണ്ടതെന്ന്. അപ്പോൾ അയാൾ നല്ല ബുദ്ധിമാനാണെങ്കിൽ ഒരിക്കലും നമ്മൾ കേൾക്കാൻ എന്താഗ്രഹിക്കുന്നു, നമ്മൾ കേൾക്കേണ്ടത് എവിടെ വരെയാണോ, ഏത് ബോർഡർ വരെ ഉണ്ടോ ആ ബോർഡർ വരെ മാത്രമേ അയാൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതിൽ കൂടുതൽ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അയാൾ പറഞ്ഞു തന്നു, അല്ല അയാളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിൽ അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ബുദ്ധിയിലൂടെ അയാൾ നേടിയെടുത്ത കാര്യമാണത്. നമ്മളെങ്ങനെ ചിന്തിക്കുന്നോ അത് അയാൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സമൂഹം എങ്ങനെ ചിന്തിക്കുന്നോ അതിനനുസരിച്ചുള്ള ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കണം അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ കൂടുതൽ ആണെന്ന് വിചാരിച്ച് കൂടുതൽ നമ്മൾ അയാളെ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ മൊത്തം അയാൾ ഒരു തുറന്ന പുസ്തകമാണ് അയാളുടെ ജീവിതം നമുക്ക് മുന്നിൽ നിന്ന്.